ഉദ്ദേശിക്കുന്നത്? എന്റെ സേതു ഉള്ളിടമാണ് എനിക്ക് സ്വർഗം. നിങ്ങൾ പണക്കാരാണ്. പാവങ്ങളുടെ ജീവനോട് നിങ്ങൾക്ക് യാതൊരു ദയവുമില്ല. അമ്മേ, എന്റെ പൊന്നു കുഞ്ഞിവിടുന്ന് പോകും. എന്റെ മോനെ ഈ നിലയിലെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടി. അമ്മേ, കുഞ്ഞിവിടെ നിന്നാൽ മുതലാളി എന്റെ മോന്റെ പ്രേതം പോലെ എനിക്ക് തരില്ല. അമ്മേ, അമ്മേ. ശാന്തി, 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 നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല ചേച്ചി. പച്ചക്കള്ളം. നീ എന്തോ വിളിക്കുന്നു. എത്ര വലിയ രഹസ്യമാണെങ്കിലും എന്നോട് പറയാം. എനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല ചേച്ചി. ഷാജി എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. കുഞ്ഞാലിക്ക, കുറച്ചുകൂടി സൂക്ഷിക്കണം. ആ കാലന്മാരുടെ കയ്യിൽ കെട്ടിപ്പോയാൽ. ശ്രീദേവി, ഞാനിന്ന് പോലീസിനെ കീഴടങ്ങാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് നിന്നെയും ശാന്തിയെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. കുഞ്ഞാലിക്ക, എനിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന നിനക്ക് ഇത് സഹിക്കാനാവില്ലെന്ന് എനിക്കറിയാം. അവരെന്നെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. ഞാൻ ഒരു ദിവസം മടങ്ങി വരും. അന്ന് നിന്നെ എന്നെ കെട്ടിവിളാക്കും. ശാന്തി, അവളിപ്പോ കുഞ്ഞാലിക്ക വിളിക്കണ്ട. വരൂ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ശാന്തി, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. 1000 മൂർഖൻ പാമ്പുകൾ ഒരുമിച്ച് കുത്തുന്നത് പോലെ എന്റെ മനസ്സ് വേദനിക്കുന്നു. മധുവേട്ടൻ അറിയും മുമ്പ് നശിച്ച ലോകത്ത് നിന്ന് എനിക്ക് രക്ഷപ്പെടണം.
എന്നെ പൊന്നു പെങ്ങളെ കരയാ. ഈ കുഞ്ഞാലിക്ക ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനെ കൊണ്ട് തന്നെ നിന്നെ വിവാഹം കഴിപ്പിക്കും. കരയാ. മധു, നീ ഇപ്പൊ എന്നെ തടയരുത്. നാളെ സൂര്യൻ ഉദിക്കുമെങ്കിൽ ഞാൻ നിനക്ക് കീഴടങ്ങാം. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എന്റെ മകളെ നിങ്ങൾ ഇവിടെ ഇറക്കിക്കൊണ്ടുപോയി. എന്നിട്ടും നിങ്ങൾക്ക് എന്നെ തളർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു പുതിയ തന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണല്ലേ? അല്ല മുതലാളി, ഞാൻ പറഞ്ഞത് സത്യമാണ്. ശാന്തി ഗർഭിണിയാണ്. പെങ്ങളാണെന്നും പറഞ്ഞ് അവിടെ കയറി ഇറങ്ങുമ്പോൾ ഓർക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മുതലാളി, അല്പം കുനിഞ്ഞു എന്ന് കരുതി തലയിൽ ചവിട്ടി മതിക്കരുത്. ഇറങ്ങണ വിളി. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാം, എന്റെ പെങ്ങളെ കൈവിടരുത്. ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഇല്ല, ഞാൻ ഷാജിയെ കൊണ്ടേ പോകും. എനിക്ക് അവനെ ഒന്ന് കാണണം. കണ്ടിട്ട് ഈ കൈകൾ കൂപ്പി ഞാൻ അവനോട് കെഞ്ചും, എന്റെ പെങ്ങളെ കല്യാണം കഴിക്കും. അല്ലെങ്കിൽ ഈ കൈ കൊണ്ട് ഞാൻ അവനെ കൊല്ലും. അവിടെ നിന്നേ. കണ്ട തെണ്ടികൾക്ക് കയറി ഇറങ്ങാൻ ഇതെന്താ സത്യമാണോടാ?